ഇന്നൊരു തട്ടിക്കൂട്ട് എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ മമ്മീൻ്റെ വീട്ടിൽ പോയപ്പോഴേ ആൻറ്റി എനിക്ക് കുറച്ച് വെജിറ്റബിൾസ് കാണിച്ചു തന്നതാണ്. ഇത്രയും കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് അരിയാം. ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ഓണിയൻസ്, ഗാർലിക്, ജിഞ്ചർ, ചില്ലി കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ സാധനം മുട്ട. സോ ഫസ്റ്റ് നമുക്ക് മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ടൊരു പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ മുട്ട ഇട്ടിട്ട് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇടണം കേട്ടോ. സ്ക്രാമ്പിൾ ചെയ്ത് എഗ്ഗ് മാറ്റിയിട്ട് സെയിം പാനിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് ജിഞ്ചർ ഗാർലിക്കും പിന്നെ ചില്ലീസും ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റുക. ഇതൊന്ന് കുറച്ച് ബേൺഡായാൽ നല്ലതാണ് കേട്ടോ ഈ ഗാർലിക്ക്. പിന്നെ അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇടണം കേട്ടോ. എന്നിട്ട് ഒന്ന് 2 മിനിറ്റ് സോട്ടേ ചെയ്തിട്ട് നമ്മുടെ റൈസ് ഇടുക. റൈസ് ഇട്ടിട്ടാണ് ഞാൻ സോസ് ഒഴിക്കാറ് കേട്ടോ. സോസായിട്ട് ഞങ്ങളുടെ കയ്യിൽ കെച്ചപ്പും ചില്ലി സോസുമാണ് ഉണ്ടായിരുന്നത്. സോയ സോസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് ഭയങ്കര തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ റൈസ് ഇട്ടു, എന്നിട്ട് സോസ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.